ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ 26 നിരപരാധികളെ അരുങ്കൊല ചെയ്ത ഭീകരർക്കായി തെരച്ചിൽ ശക്തം. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിലെത്തി വിവിധ മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയാണ്. ഉദ്ധംപൂരിലെ വടക്കൻ കമാൻഡോ ആസ്ഥാനത്തെത്തി 15 കോർപ്സ് കമാൻഡറുകളുമായി കൂടിക്കാഴ്ച നടത്തി. ഭീകരാക്രമണം നടന്ന പഹൽഗാമിലെ ബൈസരൻ വാലിയിലും ഉടൻ അദ്ദേഹം സന്ദർശനം നടത്തും. ഭീകരർക്കായി വിവിധ മേഖലകളിൽ തെരച്ചിൽ ഇന്നും തുടരുകയാണ്. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, കരസേനാ മേധാവി പഹൽഗാമിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തുകയാണ്. കമാൻഡോകളുമായി അതിർത്തി മേഖലയിൽ ഉണ്ടായിട്ടുള്ള സംഘർഷ സാധ്യതകൾ, ഭീകരർക്കായുള്ള തെരച്ചിൽ, എല്ലാ വിഷയങ്ങളും അദ്ദേഹം നേരിട്ട് അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നു. അവിടെ സൈനിക വിന്യാസത്തിന് നേതൃത്വം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, കരസേനാ മേധാവി ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ശ്രീനഗറിലെത്തിയത്. അതിനുശേഷം അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ പോലീസിലെയും അതേപോലെ തന്നെ CRPF-ലെയും ഒപ്പം തന്നെ കരസേനയുടെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ഈ പെഹൽഗാമിൽ ബൈസരൻ വാലിയിൽ സംഭവിച്ചത് എന്നുള്ളത് അദ്ദേഹം കൃത്യമായി ചോദിച്ചറിഞ്ഞിരുന്നു. മാത്രമല്ല, എന്തുകൊണ്ട് ഇത്തരമൊരു സംഭവം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പ്രധാനമായും അദ്ദേഹം തിരക്കിയത്. അതിൽ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ നൽകുന്ന മറുപടി ഇതാണ്. അതായത് അവിടെ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ പെഹൽഗാമിലുള്ള ബൈസരൻ വാലി ഈ ടൂറിസ്റ്റുകൾക്കായിട്ട് ഏറെ നാൾക്ക് ശേഷം തുറന്നു കൊടുത്തത്. അങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ അവിടുത്തുള്ള ഈ സൈനിക വൃത്തങ്ങളെയോ അല്ലെങ്കിൽ CRPF-നെയോ ഒന്നും തന്നെ ബന്ധപ്പെട്ടവർ അറിയിച്ചിരുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇന്ന് ഉദ്യോഗസ്ഥർ കരസേനാ മേധാവിക്ക് മുന്നിൽ ചൂണ്ടിക്കാണിച്ചത്. നേരത്തെ അവിടെ വലിയ പ്രശ്നമുള്ള മേഖലയായിരുന്നു. അവിടെ ഈ മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്താതെ എങ്ങനെ എന്തിന് ഈ മേഖല അല്ലെങ്കിൽ ഈ ബൈസരൻ വാലി വിനോദസഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തു എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി മാത്രം അവശേഷിക്കുകയാണ്. ഏതായാലും അതിനുശേഷം അദ്ദേഹം നോർത്തേൺ കമാൻഡിൻ്റെ ആസ്ഥാനവും സന്ദർശിച്ചു. ഇപ്പോൾ നിലവിൽ ജമ്മു കാശ്മീരിൽ സ്ഥിതിഗതികൾ ശാന്തമാണെങ്കിലും അതിർത്തി മേഖലയിൽ യഥാർത്ഥത്തിൽ യുദ്ധസമാനമായൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതം ഇതിനോടകം തന്നെ ഈ മേഖലയിലേക്ക് സൈനിക ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതേപോലെ തന്നെ ഈ മേഖലയിലേക്ക് എയർഫോഴ്സിൻ്റെ കൂടുതൽ യുദ്ധവിമാനങ്ങൾ തയ്യാറായി ബാലാക്കോട്ട് അടക്കമുള്ള മേഖലകളിൽ സജ്ജീകരിച്ച് നിർത്തിയിരിക്കുകയാണ്. ഏതായാലും ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഭാരതം തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനിടയിലാണ് ഇന്ന് 2 ഭീകരവാദികളുടെ വീടുകൾ ഈ പ്രത്യേക സംഘം തകർത്തത്. ആ സംഘത്തിൽ CRPF-ഉം അതേപോലെ തന്നെ ജമ്മു കാശ്മീർ പോലീസിൻ്റെ സംഘവും ഒപ്പം തന്നെ കരസേനയുടെ സംഘവും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് രാത്രിയിൽ 12:30 ഈ സംഘം ഈ വീടുകളിലേക്ക് എത്തുന്നത്. ത്രാലുള്ള ഒരു തീവ്രവാദിയുടെ, അതായത് നേരത്തെ തന്നെ ഇവരെ ഐഡൻറ്റിഫൈ ചെയ്തിരുന്നു. 3 പേരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇവരുടെ തലയ്ക്ക് വില 20 ലക്ഷം രൂപയാണ് ജമ്മു കാശ്മീർ പോലീസ് ഇട്ടത്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നവർക്ക് ആ 20 ലക്ഷം രൂപ ലഭിക്കുമെന്നുള്ളതായിരുന്നു ജമ്മു കാശ്മീർ പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഇതിൽ ഈ 3 പേരുടെ രേഖാചിത്രം പുറത്തുവിട്ടതിൽ 2 പേരുടെ വീടുകളാണ് തകർത്തത്. ഒന്ന് ത്രാലിൽ അവിടെ ആസിഫിൻ്റെ വീടാണ് തകർത്തത്. ആസിഫ് ഹുസൈൻ്റെ വീട് തകർക്കുന്ന സാഹചര്യമുണ്ടായി. ആ വീട് പൂർണ്ണമായും തകർന്നൊരവസ്ഥയിലായിരുന്നു. നമ്മൾ അവിടെ നേരിട്ടെത്തി ആ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ വീട് പൂർണ്ണമായും തകർത്തു. സൈന്യം അവിടെ ഉണ്ടായിരുന്ന ആ വീട്ടിലും ആ പരിസര പ്രദേശങ്ങളിലും ഉണ്ടായിരുന്ന ആൾക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷമായിരുന്നു ഈ സൈനിക നടപടി, ഈ പ്രത്യേക സംഘത്തിൻ്റെ ദൗത്യ സംഘത്തിൻ്റെ പ്രത്യേക നടപടിയിലേക്ക് കടന്നത്. ബോംബ് ഉപയോഗിച്ചായിരുന്നു ആ വീട് തകർത്തത്. അതിനുശേഷം ഈ സംഘം അവിടെ നിന്ന് മടങ്ങുന്ന സാഹചര്യമുണ്ടായി. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായാൽ വലിയ പ്രതിഷേധങ്ങളും അതേപോലെ തന്നെ സൈന്യത്തിനും പോലീസിനും ഒക്കെ നേരെ ആയുധമെടുക്കുകയും കല്ലെറിയുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമായിരുന്നു 2014 മുമ്പുണ്ടായിരുന്നത്. എന്നാൽ 2014 ശേഷം ആ സാഹചര്യങ്ങളൊക്കെ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടും ഒരു പ്രതിഷേധം പോലും ഉയർത്തുവാൻ ആർക്കും സാധിച്ചില്ല. അല്ലെങ്കിൽ ഈ ഒരു തീവ്രവാദിയുടെ വീട് തകർത്തതിൽ ആർക്കും യാതൊരുവിധ പ്രതിഷേധവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം 2014 ശേഷം കാശ്മീരിലുണ്ടായ വലിയ മാറ്റമാണ്. കാശ്മീരിൽ ടൂറിസം മേഖല വലിയ പരിണാമമാണ് ഈ ടൂറിസം മേഖലയിലുണ്ടായത്. കാശ്മീരി ജനതയുടെ 80% വരുമാന മാർഗം എന്നുള്ളത് ടൂറിസമാണ്. ആ ടൂറിസത്തെ ഏതെങ്കിലും തരത്തിൽ ഈ ഭീകരാക്രമണമോ അല്ലെങ്കിൽ ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളൊക്കെ ബാധിച്ചാൽ സ്വാഭാവികമായും അതിൽ വലിയ നഷ്ടമുണ്ടാകുക ഈ കാശ്മീർ ജനതയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഭീകരാക്രമണം നടന്നു. 22-ാം തീയതി ഭീകരാക്രമണം നടക്കുന്നു. 23-ാം തീയതി കാശ്മീരിലെ മുഴുവൻ ഈ ശ്രീനഗർ അടക്കമുള്ള മേഖല
മേഖലകളിൽ അവർ ബന്ദ് ആചരിച്ചുകൊണ്ട് ഈ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുവാൻ ഒരു വിഭാഗം കാശ്മീരി ജനത തയ്യാറായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിനൊപ്പം കൂട്ടി വായിക്കേണ്ടത് ഇപ്പോഴും ഇവരെ ഈ തീവ്രവാദ സംഘത്തെ സഹായിക്കുന്ന ചിലർ ഈ കാശ്മീരിൻ്റെ മണ്ണിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പെഹൽഗാമിലെ ബൈസരൻ വാലിയിൽ ഇത്തരം ഒരു അക്രമം നടത്തുവാൻ വേണ്ടി ഈ തീവ്രവാദ സംഘത്തിന് സാധിച്ചത്, ലഷ്കർ ഇ തോയ്ബ സംഘത്തിന് സാധിച്ചത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഈ ബൈസരൻ വാലി എന്നുള്ള സ്ഥലം റോഡിൽ നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ കാൽനടയായോ അല്ലെങ്കിൽ കുതിരപ്പുറത്തോ സഞ്ചരിച്ച് വേണം അവിടെ എത്താൻ. സാധാരണഗതിയിൽ പെട്ടെന്ന് പുറത്തു നിന്നും വരുന്ന ഒരാൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം പ്രശ്നങ്ങൾ നിലനിൽക്കെ ഈ അവിടെയുള്ള ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ പ്രദേശവാസികളുടെ ആരെങ്കിലുമൊക്കെ സഹായം ലഭിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇതിനോടകം തന്നെ ഏതാണ്ട് 1500-ലധികം ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്തു കഴിഞ്ഞു. ഇപ്പോഴും ഏതാണ്ട് 100-ലധികം ആൾക്കാർ ജമ്മു കാശ്മീർ പോലീസിൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അനന്തനാഗ് അഡീഷണൽ SP-യുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഒപ്പം NIA-യും ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അന്വേഷണം ഒരു തരത്തിൽ പുരോഗമിക്കുമ്പോൾ തന്നെ ജമ്മു കാശ്മീരിൽ നിലവിൽ സമാധാന സാഹചര്യം നിലനിൽക്കുമ്പോൾ എപ്പോഴാണ് ആ സാഹചര്യം മാറുക എന്നുള്ള കാര്യത്തിൽ ഒരു ആശങ്ക നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഇതിനോടകം തന്നെ പ്രകോപനപരമായ പ്രസ്താവനകൾ പുറത്തുവിട്ടു കഴിഞ്ഞു. ഭാരതത്തെ നയതന്ത്രപരമായി ഭാരതം നടത്തിയ ആക്രമണത്തെ നേരിടുവാൻ വേണ്ടി പാകിസ്ഥാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ പാകിസ്ഥാനിലെ ഭരണാധികാരികൾ നടത്തിയ പ്രസ്താവനകൾ അത് കൃത്യമായി തന്നെ ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യവും നേരിടാൻ ഭാരതം തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് സൈനിക ശേഷിയിലാണെങ്കിൽ തന്നെയും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലാണെങ്കിലും ഭാരതം എല്ലാ രീതിയിലും സുസജ്ജമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈൻ ഓഫ് കൺട്രോളിലടക്കം BSFൻ്റെ കൂടുതൽ ഫോഴ്സിനെ വിന്യസിച്ചു. അതേപോലെ തന്നെ മറ്റ് പാരാമിലിറ്ററി ഫോഴ്സിനെ അതിന് മുമ്പായി തന്നെ അല്ലെങ്കിൽ സുരക്ഷ കൂടുതൽ കർശനമാക്കുന്നതിൻ്റെ ഭാഗമായി CRPF-നെ അടക്കം ഈ മേഖലകളിലേക്ക് കൂടുതൽ വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല സൈന്യത്തിൻ്റെ വൈറ്റ് കോർപ്പ് എന്നുള്ള ഒരു പ്രത്യേക ബറ്റാലിയനെ ഈ മേഖലയിലേക്ക് കൂടുതലായി അവരുടെ അഡീഷണൽ ഫോഴ്സ് വിന്യസിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതുവരെയായിട്ടും ഈ അക്രമത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളെ പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അവരെ വധിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ഈ മേഖലകളിൽ, അതായത് ഈ ബൈസരൻ വാലി മേഖല എന്നുള്ളത് പൈൻ കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടും. ആ മേഖലയിൽ വന്ന് അക്രമം നടത്തിയവർ അവിടെ വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളൊരു വിലയിരുത്തലാണ് പ്രധാനമായും ഉണ്ടായിരിക്കുന്നത്. കാര്യം ഈ അക്രമം നടന്നതിന് പിന്നാലെ തന്നെ കൂടുതൽ കരസേനയുടെയും അതേപോലെ തന്നെ CRPF-ൻ്റെയും ഫോഴ്സ് ആ മേഖലയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പ്രദേശം വിട്ടുപോകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. ഈ മേഖലയിൽ ഏതാണ്ട് 50 കിലോമീറ്റർ റേഡിയസിൽ വളരെ സമഗ്രമായ ഒരു പരിശോധനയാണ് ഇപ്പോൾ പ്രത്യേക സംഘം നടത്തിവരുന്നത്. വിനോദ്, വളരെ കൃത്യമായ വിവരങ്ങളാണ് പഹൽഗാമിൽ നിന്നും നന്ദഗോപൻ പങ്കുവെക്കുന്നത്. കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി കാശ്മീരിലെത്തിയിരിക്കുന്നു. അദ്ദേഹം സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ്. എന്തായാലും പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നു. ആ തീവ്രവാദികളുടെ വീടുകൾ ബോംബ് വെച്ച് തന്നെ തകർത്തിരിക്കുന്നു. അവിടെ സമീപ പ്രദേശത്തുണ്ടായിരുന്ന എല്ലാവരെയും ഒഴിപ്പിച്ച ശേഷമായിരുന്നു സൈന്യത്തിൻ്റെ ശക്തമായ ഈ നടപടി. സൈനിക നടപടി അവിടെ ശക്തമായി തെരച്ചിൽ തുടരുകയാണ്. പഹൽഗാമിൽ നിന്നും തത്സമയ വിവരങ്ങളാണ് നന്ദഗോപൻ പങ്കുവച്ചത്.